ഫ്രണ്ട്സ്, അങ്ങനെ താണ്ടി ഇന്ന് വീണ്ടും ഒരു ഓഫീസിൽ പോകുന്ന ദിവസമാണ്. ഇന്ന് ഓഫീസിൽ പോകുന്ന ദിവസം എന്നൊക്കെ പറയാൻ പറ്റുമെന്ന് എനിക്കറിയത്തില്ല. കാരണം ഞാൻ ഇന്ന് പോകുന്നത് ഒരു പാർട്ടിക്ക് വേണ്ടിയാട്ടോ. അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടെങ്കിൽ ഒരു പാർട്ടിക്ക് വേണ്ടി മാത്രമേ ഇവിടുന്ന് അവിടം വരെ പോകുന്നതെന്ന്. അതെ, ഇന്ന് ഞങ്ങളുടെ കൂടെ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന 2-3 പേര് ലീവ് ചെയ്ത് പോവുക കേട്ടോ. അതായത് കമ്പനി വിട്ട് പോവുകയാണ്. അപ്പോൾ അവർക്കുള്ള ഒരു ലീവിങ് പാർട്ടിയാണ്. ഏകദേശം 3-4 വർഷമായിട്ട് ഒരുപാട് അടുത്ത് കൊളീഗ്സാണ് പോകുന്നത്. അതുകൊണ്ട് തന്നെ നല്ല റിലേഷൻഷിപ്പിലിരിക്കുന്ന ഫ്രണ്ട്സ് ആയതുകൊണ്ട് തന്നെ പോകാതിരിക്കാൻ ഒരു നിർവാഹവും ഇല്ല. പൊതുവേ ഞാനിങ്ങനെ പാർട്ടികൾ മാത്രമുള്ള പരിപാടിക്കൊന്നും പോകാറില്ല കേട്ടോ. എല്ലാം തന്നെ അവോയ്ഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. പക്ഷേ ഇതെന്തോ എനിക്കങ്ങനെ ഒഴിവാക്കാൻ തോന്നിയില്ല. കാരണം നമ്മുടെ കൂടെ ക്ലോസ് ആയിട്ട് വർക്ക് ചെയ്ത് കുറച്ച് ആൾക്കാരല്ലേ, ഇനി അവരെയൊക്കെ കാണാൻ പറ്റുമെന്നും ഒരു ഐഡിയ ഇല്ല. അങ്ങനെ താണ്ടേ ഉച്ചയ്ക്കത്തെ ഭക്ഷണവും അതുപോലെ തന്നെ രാവിലത്തെ പരിപാടികളും ഒക്കെ കഴിഞ്ഞിട്ടാട്ടോ ഞാൻ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ കൊണ്ടുപോകാനുള്ള സാധനങ്ങളൊക്കെ എടുത്തു വെച്ചു. പിന്നെ ഞാനും അജയ് ചേട്ടനും കൂടെ ഇറങ്ങി. അജയ് ചേട്ടന് ടൗണിൽ എന്തോ പരിപാടി ഉണ്ടായിരുന്നു കേട്ടോ. അതിന് വേണ്ടിയായിരുന്നു അജയ് ചേട്ടൻ വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ അജയ് ചേട്ടനോട് ടാറ്റ ബൈ ബൈ ഒക്കെ പറഞ്ഞ് നേരെ റെയിൽവേ സ്റ്റേഷനിലേക്ക്. ഒരു ഉച്ചര സമയമൊക്കെ ആയതുകൊണ്ട് തന്നെ ട്രെയിനിലൊന്നും ആരും ഉണ്ടായിരുന്നില്ല കേട്ടോ. ഞാൻ കയറിയ ബോഗിലാണെങ്കിൽ ഒരു പട്ടിക്കുഞ്ഞു പോലും ഉണ്ടായിരുന്നില്ല. ഞാൻ തന്നെയായിരുന്നു ഇരിപ്പുണ്ടായിരുന്നത്. എനിക്ക് വേണ്ടി ഏതാണ്ട് ട്രെയിൻ ഓടുന്ന പോലെയായിരുന്നു എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നത്. തന്നെ ഇരിക്കുന്നതുകൊണ്ട് തന്നെ നല്ല ഉറക്കം വന്നിട്ടുണ്ടായിരുന്നു, നല്ല ബോറടിയായിരുന്നു. ഞാൻ ആദ്യമായിട്ടോ ഇങ്ങനെ ഒരു ടീം മീറ്റിങ്ങിന് ഇല്ലെങ്കിൽ ഒരു പാർട്ടിക്ക് ലണ്ടനിൽ തന്നെ പോകുന്നത്. ലണ്ടൻ എത്തിയപ്പോഴത്തേക്കും നല്ല മഴയായിരുന്നു, ഒരു രക്ഷയുണ്ടായിരുന്നില്ല കേട്ടോ. നേരെ പോയത് ചെക്ക് ഇൻ ചെയ്യാനായിരുന്നു. അങ്ങനെ ഹോട്ടലിൽ പോയി ചെക്കിനൊക്കെ ചെയ്ത് കുറച്ച് നേരം ഒന്ന് റെസ്റ്റൊക്കെ എടുത്തപ്പോഴത്തേക്കും ഫോൺ വന്നു, നമുക്ക് പോകാമെന്ന് പറഞ്ഞിട്ട്. പിന്നെ ഞങ്ങൾ പാർട്ടിക്ക് വേണ്ടി ഇറങ്ങി. ഇവിടുത്തെ പാർട്ടികളൊക്കെ എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഡിന്നറിന് വേണ്ടി എവിടെയെങ്കിലും ഒരു റെസ്റ്റോറൻറ്റിൽ ബുക്ക് ചെയ്തിട്ടുണ്ടായിരിക്കും. അതിനുശേഷം നമ്മൾ ഓരോരോ പബ്ബിൽ കയറി ഡ്രിങ്ക്സും ഫുഡും കഴിച്ച് ഇങ്ങനെ നടക്കും. അതായിരിക്കും കേട്ടോ പാർട്ടി എന്ന് പറയുന്നത്. ഈ നടപ്പും കാര്യങ്ങളൊക്കെ ഏകദേശം 4 മണി വരെയൊക്കെ പോകാറുണ്ട് കേട്ടോ. ഞാൻ ഏകദേശം ഒരു 12 മണി വരെയൊക്കെ ഇവരുടെ കൂടെ ഉണ്ടായിരുന്നുള്ളൂ. അത് കഴിഞ്ഞ് തിരിച്ച് നേരെ റൂമിലേക്ക് പോകുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. ബൈ.